ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വ്ളോഗാണ്. അതെ, നമ്മൾ എവിടെയാണ് പോകുന്നത്? നമ്മൾ ഇന്ന് പോകുന്നത് സമുദ്ര പാർക്ക്. അതെ, കോവളത്തിന്റെ അടുത്തുള്ള പുതിയത്. അതായത് സമുദ്രയുടെ റിസോർട്ട് ഉണ്ട് അവിടെ, അതിന്റെ അടുത്ത് അവരുടെ തന്നെയാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഉമ്മണിക്ക് കുറച്ച് പുറത്ത് അവിടെ ഊഞ്ഞാലും പാർക്കൊക്കെ ഉണ്ട് അല്ലേ? കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പലർക്കും കാണുന്നവർക്ക് ട്രിവാൻഡ്രത്തുള്ളവർക്ക് ഉപകാരപ്പെടും. കാരണം അവിടെ അത് ഇനി ഗവൺമെന്റ് ലോഞ്ച് ചെയ്തതിന് ശേഷം അല്ലേ, അവിടെ നമ്മുടെ മാരേജ് പാർട്ടീസ്, ഫംഗ്ഷൻസ് ഒക്കെ പറ്റുന്ന ഔട്ട്ഡോർ ആയിട്ടുള്ള ഒരു സൂപ്പർ സ്ഥലമാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എങ്ങനെയെന്ന്. കാരണം വൈകുന്നേരം പാർട്ടിയൊക്കെ നടത്താൻ ഇനി വലിയ വലിയ ഹോട്ടലുകളൊന്നും നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ വന്ന് എടുക്കാവുന്നതാണ്. കാരണം നമ്മുടെ ആരുടെയും സ്വപ്നമാണല്ലേ നമ്മുടെ കടൽ തീരത്ത് ഒരു മാരേജ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് മാരേജിന്റെ. അതൊക്കെ ആയിട്ടുള്ള ആളുകൾ ഏരിയസിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ ഇതിപ്പോ നമ്മുടെ നാട്ടിലും കുറച്ചൊക്കെ പോപ്പുലാരിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. അത് ഓൾറെഡി ലോഞ്ച് ഒക്കെ ആയി, നീ അറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. അവിടെ ബുക്കിംഗ് ഒക്കെ നടന്നു. ബുക്കിംഗ് ഒക്കെ അവിടെ ഉണ്ട്. അതായത് ഇപ്പൊ നമുക്ക് നോർമലായിട്ട് ഇപ്പൊ നമ്മുടെ ക്യാമറയും മറ്റേ ഗിംബലൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവിടെ വ്ളോഗ് എടുക്കാൻ പറ്റില്ല. ഇതുപോലെ ഫോണിൽ എടുക്കാം. അല്ലാത്തവർക്ക് നമുക്ക് പെർമിഷൻ ചോദിക്കണം, എന്നാലേ പൈസ ഒക്കെ അടച്ചിട്ട് വേണം. അല്ലാതെ വ്ളോഗ് എടുക്കാനൊക്കെ അവർ സമ്മതിക്കുള്ളൂ. കാരണം ഇത് ഇപ്പം പബ്ലിക്കിന് വേണ്ടി അവർ തുറന്നു വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് പോയി ഫോണില് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. മുണിയുണ്ട്. മുണി ഹായ് പറ. മുണി ഹായ് പറ. ഉമ്മണീനെ കളിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മൾ പോവാണ്. ഉമ്മണി ഈ കടലിനെ എങ്ങനെ കടലും കാണുമ്പോൾ റിയാക്ട് ചെയ്യുന്നതൊക്കെ നമുക്കിന്ന് കാണാം. കാരണം സാധാരണ ഉമ്മണി ചെറിയ കുട്ടി ഒരു 6 മാസം 7 മാസം ആയപ്പോഴാണ് നമ്മള് ഫസ്റ്റ് ഒന്ന് കടല് കണ്ടിട്ടുള്ളത്. അന്നത്തെ ഓർമ്മയൊന്നും ഇപ്പൊ ഉണ്ടാവില്ലല്ലോ. അപ്പം ഇപ്പൊ നമ്മള് കൊറേ സാധനങ്ങളൊക്കെ എടുത്ത് കളിക്കാൻ വേണ്ടി പോവാണല്ലോടാ ഉമ്മണി. എടാ മാമീനൊന്ന് നോക്കടാ, തിരിഞ്ഞു നോക്കടാ, ഒന്ന് തിരിഞ്ഞു നോക്കടാ. ചെറുനിങ്ങടെ നോക്കുമണി. എടാ മാമീന്റെ ചുണ്ടില് വാവൂ നോക്ക്. അതെന്താ അറിയോ, ഇപ്പൊ കോൺസെൻട്രേഷൻ തിരിയാൻ പറ്റണില്ല. മാമി കുച്ചു കേട്ടോ ഗൈസ്. ഞങ്ങള് കളിച്ച് നോക്കടാ, തിരിഞ്ഞൊന്ന് നോക്കടാ ചുണ്ണി. ഫൈനലി നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഉമ്മണിക്ക് പല ഐറ്റംസും കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഒന്നും തെറ്റിദ്ധരിക്കരുത്, വെയിലടിച്ചാൽ തലവേദനിക്കുന്ന ആളായതുകൊണ്ട് പൊട്ടി വെച്ചിരിക്കുകയാണ്. പാർക്കിന്റെ ഉള്ളിലേക്ക് പോവല്ലേ ആദ്യം? ഇതാണ് നമ്മുടെ സമുദ്ര പാർക്ക്. നമ്മൾ പറഞ്ഞ സമുദ്ര പാർക്ക് എന്ന് പറയണത് കേട്ടോ. ഇവിടെ എല്ലാം ഈ ചുമരിലൊക്കെ നമ്മുടെ നമ്മുടെ കേരള ട്രഡീഷണൽ കൾച്ചറിനെ എടുത്തു കാണിക്കുന്ന ഓരോ കലാരൂപങ്ങളുടെയും പിക്ചേഴ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ നിങ്ങളുടെ പ്രത്യേകത നിങ്ങൾക്ക് കാണാം. ഒരുപാട് സൈഡിൽ ഒരു മണ്ഡപത്തിനെ പോലെയുള്ള ഒരു ഈ കല്ലുകൊണ്ട് തീർത്തിട്ടുള്ള ശിലകളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്കിവിടെ എന്താ പറയുക, പാർട്ടിക്ക് പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലേസ് ആണ്. അതുപോലെ നിങ്ങൾക്ക് കുട്ടികളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്ലേസ് ആണ്. അത് കൂടാതെ തന്നെ ഇവിടെ കുഞ്ഞു കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 എന്താ പറയുക ഊഞ്ഞാൽ, അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സ്ലൈഡിങ്ങിൻ്റെ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആക്കാൻ പോവുമായിരിക്കും. എന്തായാലും ഇപ്പം ഇതൊക്കെയാണുള്ളത്. പിന്നെ ഇവിടെ കാണാവുന്നൊരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മളിത് കുറച്ച് എന്താ പറയുക നമ്മുടെ നോർത്ത്, അതുപോലെ തന്നെ നമ്മുടെ പുറത്തുള്ള ആൾക്കാരുടെ TVസിലും അതുപോലെ തന്നെ സീരീസിലും അങ്ങനെ കുറേ, ഞാൻ സ്പെഷ്യലി കൂടുതൽ കണ്ടിട്ടുള്ള കൊറിയൻ സീരീസിലൊക്കെ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് വാൾ ക്ലൈമ്പിംഗ് ആണ്. ഇതും ഇങ്ങനെ കുട്ടികൾ, അതായത് അഡൾട്ട്സിൻ്റെ സൂപ്പർവിഷനോട് കൂടിയിട്ട് കുട്ടികളെ ഈ ഒരു ക്ലൈമ്പിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കുട്ടികൾക്ക് അവിടെ എൻജോയ് ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, എൻ്റെ നേരെ ബാക്കിൽ കാണുന്നതാണ് കടൽ. അപ്പം കണ്ടോ ആ കടലിൻ്റെ ഇവിടെയൊക്കെ ഒരുപാട് ഇങ്ങനത്തെ എന്താ പറയുക കല്യാണത്തിൻ്റെ ആ ഒരു മണ്ഡപം പോലെയുള്ള ഒരു സ്പേസ് കുറേ കാണാം. അപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നിങ്ങൾക്ക് അല്ലേ ഒരുപാട് സ്പേസ്, ഇവിടെ പാർട്ടി സ്പേസ് ഇഷ്ടംപോലെ ഉണ്ട്, ഡൈനിങ് ഏരിയ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഇതൊരു ബെസ്റ്റ് പ്ലേസ് ആണ് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുട്ടികളായിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം കോവളമൊക്കെ കുറച്ചുകൂടെ തിരക്കുള്ള ഏരിയാസാണ്. അപ്പം അവിടെ നിന്ന് മാറി വിട്ട് കുറച്ച് എന്താ പറയുക, നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമുക്ക് കടലും ഇവിടുത്തെ പരിസ്ഥിതി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ സമുദ്ര പാർക്ക് എന്ന് പറയുന്നത്. അപ്പം ട്രിവാൻഡ്രത്ത് ഇതുവരെ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്തു പറയാണ്, അവർ തീർച്ചയായിട്ടും വരിക. അതുപോലെ തന്നെ പുറത്തുനിന്ന് നിങ്ങൾ ആരെങ്കിലും ട്രിവാൻഡ്രത്ത് വരികയാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ ഒന്നാണ് ഈ സമുദ്ര പാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത് നിങ്ങൾ എങ്ങോട്ട് പോവാ? നമ്മൾ അടുത്തത് ഉമ്മണിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടൽക്കരയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ്. 2 ദിവസത്തെ നിൽക്കാത്ത മഴ കാരണം കടൽ കുറച്ച് നല്ല സൂപ്പറായിട്ടുണ്ട്. അതുകൊണ്ട് എന്താവും അറിയില്ല. നമുക്ക് ഒരുപാട് നമുക്ക് ആ കല്ലിൻ്റെ ഇപ്പുറത്ത് ഇട്ടാം, നമ്മൾ സൂപ്പറായിട്ട് പോയിട്ട് കാണട്ടെ കേട്ടോ. സൗണ്ട് കാരണം കടലേ ഒരു രക്ഷയില്ല, സൂപ്പറാട്ടോ. കളിക്കാൻ വേണ്ടി അവര് കടൽ തീരത്തോട്ട് പോവാണ്. പ്ലേസ് അങ്ങനെ അധികം ആർക്കും അറിയില്ല. ഇത് കോവളത്തിൻ്റെ വേറൊരു സൈഡ് ആയതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ അറിയണമെങ്കിൽ ഈ സമുദ്ര റിസോർട്ട് ലൊക്കേഷൻ നോക്കി വന്നാൽ മതി. കിടന്ന് വിളിക്കുക. അങ്ങനെ മാമനും മോളും കൂടെ കടല് കാണാൻ വന്നിരിക്കുകയാണ്. ശരിപ്പം ആ തൊപ്പി വേണ്ടായിരിക്കും അല്ലേ ഉമ്മണീന്റെ? വെച്ചോളൂ, അഖിലേട്ട പിടിക്കണമെന്നേ ഉള്ളൂ. ഉമ്മണിക്ക് ഇഷ്ടപ്പെട്ടാടാ? മാമിയോട് പറ സൂപ്പർന്ന്. ഉമ്മണി ആകെ വരണ്ടിരിക്കുകയാണ്. കടൽ ഒരു രക്ഷയില്ല ഗൈസ്, നിങ്ങൾ കണ്ടല്ലോ. എന്താ പറയുന്നറിയില്ല, അത്രയും ഭംഗി. നനപ്പിക്ക്. ഞാൻ വീഴാൻ പോയി ഗൈസ്. അയ്യയ്യേ മാമി വരാടാ, മാമി വരാടാ. ഷുർണിയാ എടാ പേച്ചാടാ. നിങ്ങൾ നോക്കണം ഗൈസ്. കുട്ടി ഹായ് പറയൂ കുട്ടി. നിങ്ങൾ നോക്കണം ഗൈസ്. നിങ്ങൾ നോക്കണം, ഇവിടെ പാറപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട്. നമുക്ക് പാറയിലൊക്കെ കയറി മാറ്റിപ്പിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. സൂപ്പറായിണ്ടല്ലേ? നിങ്ങൾ നോക്കണം. നമ്മൾ പിന്നെ നിങ്ങൾ വിചാരിക്കണ പോലെ അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഏരിയയിലല്ല, നമ്മൾ കരയിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. നോക്കൂ ഗായ്സ്, എനിക്ക് കടലെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര 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 എന്താ പറയാ, വേറെ ഏതൊരു സ്ഥലത്തിനേക്കാൾ സൂപ്പറായിട്ടുള്ള സ്ഥലത്താണ് കടലിൽ വന്നത്. ഇങ്ങനെയല്ലേ എടുക്കേണ്ടത്? കളി തുടങ്ങി. 2 കുട്ടികൾ ഇരുന്ന് കളിക്കുന്നു മണ്ണിൽ. ഈ കുട്ടി കണ്ടിന്യൂസ്ലി വീണുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ. ജസ്റ്റ്
മിസ് ഇല്ലെങ്കിൽ വീഡിയോ കിട്ടിയേ. നിങ്ങൾ ഇപ്പൊ ഞാൻ വെറുതെ വെള്ളം പിടിച്ചതാണ്. അതിൽ നോക്ക് 2 പ്രോൺസിന്റെ ചെറുതാണ്ടോ ഇത് കാണാൻ പറ്റും. വെറുതെ വെള്ളം എടുത്താണ്. എന്തൊക്കെയോ സംതിങ് ഒക്കെ അതിലുണ്ട്. കൊച്ചു പിള്ളേരാണ് വലിച്ച് പൊട്ടിക്കാണ്. കേറിക്കോ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനപ്പുറം നിങ്ങൾക്ക് ഈ സ്ഥലം കാണാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വരണം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മടിയും കൂടാതെ വേഗം വന്ന് മാക്സിമം എൻജോയ് ചെയ്യാം. അത്ര ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ഇത് കണ്ടല്ലോ.